തേജസ്സേയും നിൻമുഖമിൽ ഹൃദയത്തിലാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേയും നിൻമുഖമിൽ ഹൃദയത്തിലാനന്ദമേ. വചനം എപ്പോഴും വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ 16-20 സംഭവിക്കും. എന്താണ്? കർത്താവ് അവരോട് സഹകരിക്കുകയും പറഞ്ഞ് കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പൊ വചനത്തിന് ആവശ്യമായത് എന്താണ്? ഇപ്പോൾ ഒരു കുരുമുളക് ചെടിയെ അതിനെന്താണ് ആവശ്യമായത്? ചെറിയ ആൾക്കാർ പറയത്തില്ലേ, മരമറിയാതെ കൊടിയിട്ടെന്ന് പറയും അല്ലേ? ആ മുള്ളു മുഴിക്കുക വല്ലതൊക്കെയല്ലാണ് ഈ കുരുമുളക് കൊടി കയറ്റണത്. അതുപോലെ തന്നെ അത് വേറെ മരത്തെ കയറ്റിയാൽ ചിലപ്പോൾ അത്രയും കായ്ക്കത്തില്ല. അതുകൊണ്ടാണ് മരമറിയാതെ കൊടിയിടും. അപ്പോൾ കൊടി ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു മരം വേണം. വചനത്തിന് എന്താ വേണ്ടത്? വചനത്തിന് വേണ്ടത് എന്താണ്? സ്ഥിരീകരണമാണ് വേണ്ടത്. അല്ലെങ്കിൽ വചനം സാധാരണ മനുഷ്യൻ്റെ വചനവും ദൈവവചനവും തമ്മിലുള്ള ഒരു കാതലായ വ്യത്യാസം എന്താണ്? ദൈവവചനത്തിന് അടയാളങ്ങളുടെ സ്ഥിരീകരണം അവകാശമാണ്, അതിൻ്റെ കൂടെയുള്ളതാണ്. നമ്മൾക്ക് ആരാണ്? ഓരോ ദൈവവചനത്തിനും അടയാളങ്ങളുടെ സ്ഥിരീകരണം ഉണ്ടാവും. അത് പ്രോമിസിങ്ങിലുള്ള ഭാഗമാണ്. നമ്മൾ ഉടമ്പടി ടാപ്പ് ചെയ്യുന്നത് ദൈവവചനത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദൈവം അതിന് കൽപ്പിച്ച് നൽകിയിട്ടുള്ള അടയാളങ്ങളുടെ സ്ഥിരീകരണം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രായോഗിക സംവിധാനങ്ങളാണ് ഉടമ്പടിയിലൂടെ നമ്മൾ റിയലൈസ് ചെയ്യണ കാര്യങ്ങൾ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അടയാളങ്ങളിലൂടെ അങ്ങ് അരുളി ചെയ്ത ഓരോ വചനങ്ങളും നിറവേറ്റാൻ ആവശ്യമായ ഉടമ്പടിയുടെ ഉത്ഗ്രഥനത്താൽ ഞങ്ങളെ ഉത്സാഹഭരിതരാക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോഴും സംഭവിക്കണേ ആരാണ്? കർത്താവ് നമ്മോട് കൂടെ സഹകരിക്കണം. അതാണ് എൻ്റെ നടപടിക്രമം. വചനത്തിന് അടയാളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സഹകരിച്ചാൽ മാത്രം പോരാ. നമ്മൾ സഹകരിക്കുന്നത് കൊണ്ടാണല്ല ഇത്രയും കാശ് മുടക്കി ഇവിടെ വന്നിരിക്കണേ അല്ലേ? അപ്പം കർത്താവ് നമ്മളോട് സഹകരിക്കണം. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഒരു ഫോർമുല അങ്ങനെ കിടക്കണത്. അതായത് 16-20 ആദിമസഭയുടെ ചൈതന്യം എന്താ? കർത്താവ് പറഞ്ഞ് അവരോട് കൂടെ സഹകരിക്കുകയും അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പം വചനം സ്ഥിരീകരിക്കുന്നതിന് എന്താണ് വേണ്ടത്? അടയാളം വേണം അല്ലേ? അപ്പം അടയാളം ആണ് വചന സ്ഥിരീകരണത്തിൽ ഉപയോഗിക്കണമെങ്കിൽ വരണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? അതിനെന്താ വേണ്ടത്? കർത്താവ് നമ്മോട് കൂടെ സഹകരിക്കണം. ഈ കർത്താവ് സഹകരിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ചെയ്യുന്നതാണ് വിഷയം, ചെല്ലുന്നതല്ല വിഷയം. അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവൻ പറയണ പോലെ എന്ത് വേണമെങ്കിലും നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും. രോഗികളെ കാണാം, നമ്മുടെ ദാനങ്ങൾ നമുക്ക് സാമ്പത്തികമായത് ഉള്ളവർ അത് ദാനം ചെയ്യാം. അതൊക്കെ നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ദൈവത്തിൻ്റെ പേരിലല്ലെങ്കിലും നമ്മൾ ഒത്തിരി ഇതൊക്കെ ചെയ്യണതാണ്. നമ്മുടെ പേരിലൊക്കെ ചെയ്യും അല്ലേ? വേറെ നമ്മൾക്ക് ചില സഹായങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണതാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു സ്പിരിറ്റിൽ ഇത് വർക്ക് ചെയ്തില്ല. അതാണ് ഒരു കുഴപ്പം.
ഇപ്പോൾ വെള്ളം തിളക്കണമെങ്കിൽ എത്ര ഡിഗ്രി വേണം? 100 ഡിഗ്രി അല്ലേ? അപ്പോൾ വെള്ളി തിളക്കണമെങ്കിൽ ഒരു 300 മറ്റേ വേണം. മണ്ണ് തിളക്കണമെങ്കിൽ ഗ്ലാസ് ആകണമെങ്കിൽ 800 വേണം ഇല്ലേ? ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അതാണ് വ്യത്യാസം. വചനം തിളക്കണമെങ്കിൽ അതിൻ്റെ ഒരു കുതനാങ്കമുണ്ട്. അതെന്താണ്? അത് നിങ്ങളുടെ മാനുഷികമായ സ്നേഹത്തെ തിളക്കത്തില്ല. പിന്നെന്ത് ചെയ്യണം? കർത്താവിനോടുള്ള സ്നേഹത്തിലേക്ക് തിളക്കത്തുള്ള സാധനമാണ്. ചെയ്യണൊക്കെ അവൻ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സാങ്കേതികമായി ചെയ്യണതിനൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഉടമ്പടി തിളക്കാത്തതിൻ്റെ കാരണം ഇതാണ്. എന്താണ്? അവരൊക്കെ ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല, അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ദേ ആർ ഡൂയിങ് ഇറ്റ് വിത്ത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് ചെയ്യണം, ഹ്യൂമൻ ലവ്. അല്ലെങ്കിൽ അവർ പറയും, ഓ ഇതിങ്ങനെ ചെയ്താൽ ഈ 10 കൊടുത്താൽ ചിലപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റിയേക്കും. അല്ല, അപ്പോൾ അവർക്ക് ആരോടാ സ്നേഹം? ദൈവത്തോടല്ലല്ല, പരീക്ഷയ്ക്ക് ജയിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ വസ്തു വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ചെയ്താൽ ആ ടെമ്പറേച്ചറിൽ ഇത് തിളക്കത്തില്ല. ഇത് ഡിവൈഡ് ഓഫ് എനി ഫാക്റ്റ്. ഇനി നമ്മൾക്ക് ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവേ നിൻ്റെ സ്നേഹത്തെ ഇത് മനസ്സിലായി. തിളക്കുന്നതിൻ്റെ ചൂടെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കർത്താവേ എൻ്റെ വസ്തു വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിൻ്റെ നാമം പൂജിതമാകണം. കേട്ടാ, കാര്യങ്ങൾ പോകണ്ടേ? ഇതിൻ്റെ വ്യത്യാസം ഇതാണ്. എൻ്റെ വസ്തു വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജപ്തിയായിട്ട് പുറത്തിറങ്ങാനാണ് നിന്റെ തിരുമനസ്സെങ്കിൽ ഞാൻ ഇറങ്ങും. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ തന്ന നീയാണെങ്കിൽ എന്നെയും കുഞ്ഞുങ്ങളെ പാർപ്പിക്കാൻ അറിയാം, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പെട്ടികളെ കേസ് വെച്ച് ഞാൻ നിന്നെ അളക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ അളക്കണത് ഒരു പ്രശ്നമാണ്. ഈ അളവുകാർ ഒത്തിരി പേരുണ്ട്. ഈ തഹസിൽദാരന്മാരും വില്ലേജ് ഓഫീസർമാരും റവന്യൂ ഓഫീസറും മാത്രമല്ല, മൊത്തം ആൾക്കാരും അളവുകാരാണ്. എന്താ കാര്യം? അതുകൊണ്ട് കർത്താവ് പറയും, നിങ്ങൾ അളക്കുമെന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം വെച്ച് നിങ്ങൾ അളക്കും. ചിലർ ഉടമ്പ് എടുക്കാൻ വരുമ്പോഴും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്ത് കെട്ടി ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ദൈവം ആദ്യം ഒരു അടയാളം കാണിച്ചിട്ട് നമ്മൾ അതനുസരിച്ചിട്ട്, അടയാളമാണല്ല സ്ഥിരീകരണം ഞാൻ പറയണത്. അപ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു അടയാളം കാണിക്കട്ടെ, ആദ്യം എൻ്റെ കൊച്ചിൻ്റെ പനി മാറട്ടെ, അല്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ ലോണൊന്ന് പാസ്സാകട്ടെ, ആദ്യം എൻ്റെ രോഗമൊന്ന് ശമനം വരട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയണില്ലേ? നിങ്ങൾ ഒരു കാലത്തും ഉടമ്പടി പുരോഗമിക്കത്തില്ല. എന്താ കാര്യം? നിങ്ങളെ ദൈവം അളന്നു കഴിഞ്ഞു. കാര്യം എന്താണ്? ഇങ്ങനെയുള്ള അളവുകാരുണ്ടാകുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിങ്ങൾ അളക്കുന്ന അളവ് കോൽ കൊണ്ട് തന്നെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്കാ 6:38 നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ, പറഞ്ഞേ, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവേ, നീ അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. നീ കാണിക്കുന്ന അടയാളത്തിൽ എനിക്ക് കിട്ടുന്ന ആശ്വാസത്തേക്കാൾ ഉപരി എൻ്റെ ലക്ഷ്യം നീയാണ്. പറഞ്ഞേ, എൻ്റെ കർത്താവേ, നീ അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ലക്ഷ്യം നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. ഏത് കാലാവസ്ഥയിലും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. അതിനുള്ള കഴിവും അരൂപിയും കർത്താവേ എനിക്ക് നൽകണമേ. കർത്താവേ എനിക്ക് നൽകണമേ. ശ്രുതികളെ ഹല്ലേലൂയ. ഞാൻ കേട്ട സാക്ഷ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലതല്ല, എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്. പക്ഷെ കണ്ടൻറ്റ് വൈസ് റിച്ചായിട്ടുള്ളത് സ്നേഹ ഷൈജൻ മുളന്തുരുത്തിലുള്ള അവിടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ലൈഫ് മൊത്തം ഇങ്ങനെ സാധാരണ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള ദുരന്തപൂരിതമാണ് അവിടെ ലൈഫ് മൊത്തം. അവർ കുറഞ്ഞ കാലം കൊണ്ട്, ഇപ്പം നമുക്കും ദുരന്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കും, പക്ഷെ ഒന്ന് കഴിഞ്ഞ് ഒരു 20 കൊല്ലം കഴിഞ്ഞായിരിക്കും അടുത്ത ദുരന്തം സംഭവിക്കുന്നത്. പിന്നെ 10-30 കൊല്ലം കഴിഞ്ഞാൽ അടുത്തത്. താമസമുള്ളത് കാരണം നമുക്ക് അതിനൊക്കെ അതിജീവിക്കാൻ പാച്ചപ്പ് ചെയ്യാൻ പറ്റും.
പക്ഷേ സ്നേഹഷൈജൻ്റെ ലൈഫിൽ ഒരു ചെറിയ ഷോർട്ട് സ്പാനിൽ തന്നെ കുറേ കാറ്റഗോറിക്കലായിട്ടുള്ള കുറേ ദുരന്തങ്ങൾ സംഭവിക്കും. അത് വലിയ വലിയ പ്രമാദമായ ചില പ്രയാസങ്ങൾ സംഭവിക്കും. അതിലൊന്ന്, ഇവളുടെ അമ്മായിയമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും, വല്ലാത്ത ഭ്രാന്താണ്. പിന്നെ അവളുടെ ഭർത്താവ് ജയിലിലാകും. രണ്ട് കേസാണ്. നോക്കിയേ, ഒരു സ്ത്രീ ഒറ്റക്ക് നിന്ന് പോരാടണം കണ്ടില്ലേ? അമ്മായിയമ്മക്ക് ഭ്രാന്ത്, ഭർത്താവിന് ജയിലിൽ, എന്തോ കേസിൽ ജയിലിൽ. രണ്ട് കേസാണ് കേട്ടോ. മൂന്നാമത്തത്, ഇവൾക്ക് ബ്ലീഡിങ്, നിർത്താത്ത ബ്ലീഡിങ്. നാലാമത്തത്, ഇവരുടെ ജീവിത ചുറ്റുപാട് ഭക്ഷണം കഴിച്ച് പോണത് 2 ടാക്സിക്കാറുണ്ട്. അതുകൊണ്ടാണ്, അത് ഡ്രൈവർമാർക്ക് ഓടിച്ചിട്ട് അതിൻ്റെ വാടക കൊണ്ടാണ് ജീവിച്ചു പോണത്. അതിലൊരു ഡ്രൈവർ രാത്രി വണ്ടി ഇടിച്ച് അപ്പം തന്നെ സ്പോട്ടിൽ മരിക്കും. ഇപ്പം ഓക്കെ, ഇതെല്ലാം നോക്കേണ്ട ആൾ ഭർത്താവ് ജയിലിലാണ്. 2 മക്കളുണ്ട്. ഈ മക്കളെ ഈ ഭ്രാന്ത് പിടിച്ച അമ്മായിയമ്മ കടിക്കും, തല്ലും. കുഞ്ഞുങ്ങളെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊന്നും കളയും. അപ്പോൾ അത്രയും നല്ല മാനസിക രോഗമാണ്. ഒന്ന് ചിന്തിച്ചേക്ക്, എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ ഒരു സ്നേഹഷൈജൻ അനുഭവിക്കണത്. സ്നേഹഷൈജൻ്റെ സാക്ഷ്യം നിങ്ങൾ രണ്ടാമത് പോയി കേൾക്കണം. എന്താ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്ന കാര്യം, ഞാൻ എല്ലാ വാതിലുകളും മുട്ടി, എനിക്ക് കൃപാസനം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു കോമഡിയാണ് തോന്നിയിരുന്നത് പണ്ട്. എന്താ കാര്യം, ഒത്തിരി ട്രോളൊക്കെ വന്ന കാരണം പിന്നെ പ്രാർത്ഥിച്ച ഇതിനൊക്കെ ഉത്തരം ഉണ്ടാകുമോ, പിന്നെ ഉപ്പ് കഴിച്ചെങ്കിൽ രോഗം മാറുമോ, പിന്നെ ഉടമ്പടി തൈലം തേച്ചെന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസർ മാറുമോ, ഇത് പിന്നെ പത്രം കൊടുത്തു എന്നും പറഞ്ഞ് ദൈവം ഇടപെടുമോ, ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തോന്നിയത്. അത് കാരണം ഞാൻ 4 കൊല്ലം മുമ്പ് എനിക്കൊരു പത്രം കിട്ടിയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, ചുമ്മാ വീട്ടിൽ കൊണ്ട് വെച്ചെന്നാണ് പറയണത്. ഒരു കൃപാസനം പത്രം നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒരു 1.5 ഇരിപ്പായിരിക്കും. അത് എപ്പോഴെങ്കിലും ഈ സംഭവം നിന്നെ സംരക്ഷിച്ചിരിക്കും. എന്താ കാര്യം വെച്ചാൽ, ദൈവം നിൻ്റെ വീട്ടിലോട്ട് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ദൂതനാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കും. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പറഞ്ഞ പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ക്ലിയർ അല്ലേ? ഇതാണ് കൃപാസനം പത്രം എന്ന് പറയുന്നത്. എന്താണ്? ഒന്നിനു വായിച്ച് പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ഇത് വേറൊരു കോണ്ടസ്റ്റിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ വർത്തമാന കാലത്ത് പലരുടെയും അനുഭവമാണിത്. എന്താ കാര്യം എന്നറിയാമോ? ഈ 4 കൊല്ലം മുമ്പ് സ്നേഹഷൈജൻ്റെ വീട്ടിൽ കൃപാസനം പത്രം കിട്ടിയതാണ്. അവൾക്കതിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് പത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നോർത്തുകൊണ്ട് അവളിത് കൊണ്ടുപോയി എവിടെയോ ചേടി വെച്ച്. പക്ഷെ പത്രം അവിടെ ഇരിപ്പുണ്ട്. കർത്താവിൻ്റെ ദൂതൻ അവിടെ ഇരിപ്പുണ്ട്. എന്തു ചെയ്ത് 4 കൊല്ലം അടിക്കടി ഇതുപോലെ ദുരന്തങ്ങൾ, ഭർത്താവ് ജയിലിലാകുന്നു. അതായത് നമുക്കെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് അറിയാം മക്കളെ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഈടറ് വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം രക്ഷപ്പെടാനുള്ള വഴികൾ, അതിൻ്റെ ഒരു ഷാഡോ നിന്നെ കാണിച്ചിരിക്കും. നിനക്കുള്ളൊരു കുഴപ്പം ഈ ദൈവത്തിൻ്റെ ഈ നോട്ടുകൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത തിരക്കായി പോണതാണ്. പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു കുഴപ്പം അതാ.
പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ, പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമല്ലേ, പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതമല്ല. ചിലപ്പോൾ പാർട്ടി അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ സ്വന്തം തന്നെ മേൽക്കോയ്മ ഇങ്ങനെയൊക്കെ ലക്ഷ്യമാക്കിയുള്ള ഈ അന്ധവേഗങ്ങളിലെ ദൈവത്തിൻ്റെ ഈ നിന്നെ കാണിക്കുന്ന നിന്നെ സൂചനകളെ കാണാൻ പറ്റാതെ വരും. ദൈവം നമ്മളെ സഹായിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്, ദൈവം അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിവേചിക്കാൻ കഴിയണില്ല. കാര്യം ജനങ്ങൾക്കെല്ലാം വേണ്ടത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും അരൂപിയാണ്. ആദിമസഭയിൽ ഉണ്ടായിരുന്നതാണ്. പിന്നീട് സഭയുടെ പ്രത്യേകമായ ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ലെവലിൽ വന്നപ്പോൾ ദൈവജനത്തിൻ്റെ അടയാളങ്ങൾ, അവർക്കുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്കൊക്കെ അതാണ് മനസ്സിലാകണത്. ദൈവം ഇപ്പോൾ അതിന് ഉദാഹരണത്തിന് നിങ്ങൾ പുറപ്പാട് എഫേസ്യസ് 1:17 വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എഫേസോസ് 1:17. അപ്പോൾ എഫേസോസിലെ സഭയ്ക്ക് കോമൺ പീപ്പിളാണ്. എഫേസോസിലെ കോമൺ പീപ്പിളിന് പൗലോസ് അപ്പോസ്തലൻ മെത്രാൻ എഴുതുന്നതാണ്. എന്താ എഴുതണത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ആദിമസഭയുടെ ഒരു സ്പിരിറ്റ് കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പീപ്പിളിനോട് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം? ദൈവം. ഒന്നിനു വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അപ്പം നമ്മളൊരു അനുഭവത്തിൻ്റെ ഒരു യാത്രയിലാണ്. നമുക്കെന്താ വേണ്ടത്? ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടണം. അതിനെന്ത് ചെയ്യണം? അതിന് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും, ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷയം സംഭവിക്കുന്നതാണ് അറിവ്. എന്ത് സംഭവിക്കുന്നു അല്ലേ, അതാണ് അറിവ്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടി സംഭവിക്കുന്നു, അതാണ് ജ്ഞാനം. ഓരോ വിഷയത്തിനും ജ്ഞാനവും ഉണ്ട്. ആ രണ്ട് ഘടകങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് ജ്ഞാനമാണ് ശരിക്കും. അതായത് ഒരു ആധ്യാത്മിക നേതൃത്വം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ആധ്യാത്മിക ഒരു നേതൃത്വത്തിലേക്ക് അനുഭവം കൊണ്ട് വളർന്നു വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി നയിക്കാൻ പറ്റുന്ന കഴിവിലേക്ക് വരും. എനിക്കങ്ങനെയാണ് യൂറോപ്പിലൊക്കെ ചെന്നപ്പോൾ തോന്നിയത്. അങ്ങനെയാണ്. ഇനിയുള്ള കാലങ്ങളിൽ ലേമൻ എംപവർ ചെയ്തിട്ട് അവർ തന്നെ അവരിലുള്ള ബലഹീനമുള്ളവരെ വചനം കൊണ്ട് നയിക്കാൻ പറ്റിയ ഒരു സഭയുണ്ടാകണം. ബെനഡിക്ട് മാർപ്പാപ്പ മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? സഭയെക്കുറിച്ച് ചോദിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ ചോദിച്ച് അങ്ങ് ഭാവി സഭയെക്കുറിച്ച് എന്താ പറയണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വി വിൽ ഹാവ് എ ഷോർട്ടൺ ചർച്ച്. നമുക്ക് ഒരു ചെറിയൊരു സഭയുണ്ടാകാൻ പോകണം. സഭാ ചുരുക്കം എന്ന് പറയും. മനസ്സിലായില്ലേ? സഭ ഇപ്പോൾ മഴച്ചുരുക്കം ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രതിഭാസമാണ് സഭാ ചുരുക്കം. എന്നിട്ട് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞ് രണ്ടാമതെല്ലാം തുടങ്ങുമെന്ന് പറഞ്ഞ്. രണ്ടാമത് തുടങ്ങുമ്പോൾ അപ്പോസ്തല വിശ്വാസത്തിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ പുതിയ കാലം ഉണ്ടാകുമെന്ന്. സഭാ ചുരുക്കം സംഭവിച്ചതിന് ശേഷം നമുക്ക് പള്ളികളിലൊക്കെ, യൂറോപ്യൻ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ മനസ്സിലാകും ഈ സഭാ ചുരുക്കം സംഭവിച്ചുകൊണ്ടിരിക്കണ കാണാം. അപ്പോൾ അതിന് ശേഷം എന്താ സംഭവിക്കണത്? ആ സഭാ ചുരുക്കം സംഭവിച്ചതിന് ശേഷം പുതിയൊരു സഭയുണ്ടാകും. ആ സഭ വിശ്വാസത്തിൽ അപ്പോസ്തല പാരമ്പര്യത്തെ അതിശയിപ്പിക്കുന്ന വിശ്വാസമാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഘട്ടം വന്നാലും ഇപ്പോൾ AI ഒരു കാലഘട്ടമാണ് വന്നത് അല്ലേ? ഇപ്പോൾ AI വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഫാസ്റ്റിങ് എല്ലാം സ്പീഡാകും. നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു സ്ഥാനം ഈ AI ഏറ്റെടുക്കുന്ന ഒരു സമയം ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്
ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും. സൃഷ്ടിക്കുക, പരിപാലിക്കുക, നയിക്കുക എന്നുള്ള ദൈവസ്ഥാനം ഏറ്റെടുക്കും. ദൈവസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടത്ത് നിൽക്കും. അപ്പോൾ യൂദയയിലുള്ളവർ കർത്താവ് എന്താ പറഞ്ഞത്? മരമുകളിലേക്ക് ഓടിപ്പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പ്രാർത്ഥന തന്നെയായിരിക്കും അതിൻ്റെ പ്രതിവിധി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ദൈവത്തെ വിശ്വാസം കൊണ്ടും ദൈവത്തെ പ്രാർത്ഥന കൊണ്ടും ജീവിതത്തിൽ അനുഭവവേദ്യമാകാനുള്ള ശരാശരി മനുഷ്യൻ്റെ കഴിവുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഉടമ്പടി കാണിക്കുന്ന ഒരു അടയാളം. ഉടമ്പടി ഭാവിക്ക് വേണ്ടി നേരത്തെ ഉദിച്ച ഒരു ഉഷകാല നക്ഷത്രം പോലെയാണ് നമ്മുടെ മുമ്പിൽ ഈ ചക്രവാളത്തിൽ, ആധ്യാത്മിക ചക്രവാളത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരണത്. കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്നേഹ ഷൈജൻ്റെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. സ്നേഹ ഷൈജൻ ഒരു കാത്തലിക്കാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എനിക്കറിയത്തില്ല. അവിടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രഡീഷണൽ ക്രിസ്ത്യനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നേ എനിക്ക് തോന്നുന്നുള്ളത്. പക്ഷേ അവർ നോൺ ക്രിസ്ത്യനാണെന്ന് അവൾ പറയുന്നുമില്ല. പക്ഷേ എങ്കിലും അവൾ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദൈവത്തെ പരിചയപ്പെടാൻ ഇടയായ ഒരു ശരാശരി മനുഷ്യനാണ്, ഒരു സ്ത്രീയാണ്. ഈ ദൈവത്തെ ഈ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടയായ ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ് ഈ സ്നേഹ ഷൈജൻ. അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് അറിയാം. അപ്പോൾ അവരിതിന് പറയണത്, അവർ ഈ കൃപാസനം പത്രം അവർക്കിങ്ങനെ അടിക്കടി ഭർത്താവ് ജയിലിലായി, അമ്മയമ്മക്ക് ഭ്രാന്തായി, തനിക്ക് ബ്ലീഡിങ് ആയി, തൻ്റെ വണ്ടി ജീവന മാർഗത്തിൽ തൻ്റെ വണ്ടി ഓടിച്ചിരുന്ന വണ്ടി ഇടിച്ച് ഡ്രൈവർ മരിച്ചു, രാത്രിയാണ് 1 മണിക്കാണ് വണ്ടി ഇടിച്ചത്, അത് നോക്കാനും തിരക്കാനും പോകാൻ പോലും താനൊരു ഒറ്റ പെണ്ണായിട്ട് തനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാനൊരു വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ അവനെ എന്നെ സഹായിക്കാൻ പോയി. അപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണമായ ഓരോ ദിവസവും ഇങ്ങനെ വളരെ ഗുരുതരമായ കാഷ്വാലിറ്റി സംഭവിക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ തോന്നുകയാണ്, എടാ ഇനി കൃപാസനമല്ലേ ഉള്ളെന്ന്. അത് കാര്യം ഇത്രയും അതാണ് ആ സംഭവം. എന്താണ് കൃപാസനത്തിൻ്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാവും ഇത് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ. ഇത്രയും ഒറ്റ പെണ്ണായി നിന്നുകൊണ്ട് അവൾക്ക്, നമുക്ക് സ്ത്രീകളെല്ലാം ഇങ്ങനെ ആഡംബരമായിട്ട് ഭംഗിയായിട്ടൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ നടക്കണം. എന്താണ് അവരുടെ വീട്ടിൽ നോക്കാനും തിരക്കാനും ഭർത്താവും മക്കളും ഒക്കെ നല്ല ടിപ്പന്മാർ കാര്യങ്ങൾ തിരക്കാൻ അന്വേഷിക്കാനുണ്ട്. ഇതൊന്നുമില്ലാത്തവരുടെ അവസ്ഥ എന്താണ്? ഭർത്താവ് ജയിലില്ല, പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു ജോലിക്ക് പോകാമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പോകാനുള്ള അമ്മയ്ക്ക് ഭ്രാന്ത. അമ്മ ഭ്രാന്തല്ല, പിള്ളേരെ കടിക്കണുണ്ട്. അവൾ പറഞ്ഞ് എന്നോട് അവിടെ ഈ സാക്ഷ്യത്തെ സ്നേഹ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പോലും ചോറ് കൊടുത്തിട്ട് അമ്മേൻ്റെ കൈയിട്ട് കടിച്ചെന്നാണ്. കടിയെന്ന് വെച്ചാൽ വല്ലാത്ത കടിയാണേ, വെളിവില്ലല്ലോ തലക്ക്. അപ്പോൾ ഇത് എല്ലാം കൊണ്ട് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ ആരുമില്ല, അമ്മനെ ഏൽപ്പിക്കാൻ ആരുമില്ല, ഭർത്താവ് ജയിലുമായി, ജീവിക്കാൻ മാർഗമില്ല, തനിക്ക് ബ്ലീഡിങ്ങുമായി. ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ പോകുന്ന ഒരാളിനെ ആണ് ഈ കൃപാസനം പത്രം. അപ്പോഴാണ് ഓർക്കുന്നത്, കൃപാസനം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ആ പത്രം വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ. ഉടനെ ഇവിടെ പത്രം എടുത്ത് നോക്കുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ നിനക്ക് മുമ്പേ നിങ്ങളുടെ സങ്കടപ്പാടുകൾക്ക് മുമ്പേ, നിൻ്റെ ദുഃഖപ്പാടുകൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും. ഒരു കരുതലാണ് അത്, ശരിക്കും പറഞ്ഞാൽ ഒരു കരുതലാണ്. എന്താണ്? തക്ക സമയത്താണ് അവിടെ നിനക്ക് അറിവ് നൽകും. ദൈവത്തിന് ഒരു സമയമുണ്ട് എല്ലാത്തിനും, അല്ലേ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ, അല്ലേ, വിനയത്തോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 5:6. 1 പത്രോസ് 5:6. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇപ്പം സമയം നിങ്ങൾ നിശ്ചയിക്കരുതെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? വിഷയങ്ങളൊക്കെ വരും. അപ്പം ദൈവം ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടുത്തുകെട്ടി ഇറങ്ങാമെന്ന് പറയരുത്. അതൊക്കെ ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. മറിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എങ്ങനെ വെയിറ്റ് ചെയ്യണം? പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കാൻ. വെറുതെ വെയിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ദൈവത്തിൻ്റെ തിരുസന്നിധി വെയിറ്റ് ചെയ്യണത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തിരിക്കണ പോലെ അല്ല. കർത്താവ് എന്താ പറയണത്? നിങ്ങളെ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:4. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട
പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അതായത് കാത്തിരിപ്പിന് മുമ്പുള്ള എന്താണ്? ജെറുസലേം വിട്ടുപോകരുത്. അതാണ് സംഭവം. 93-92 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ജെറുസലേം ദൈവത്തിൻ്റെ സന്നിധാനമാണെന്നാണ്. അതായത് നമ്മൾ ക്ലേശങ്ങൾ 1 by 1 ആയിട്ട് വരുമ്പോഴും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തു നിൽക്കണ പോലെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ എന്താണ്? ജെറുസലേം വിട്ടുപോകരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധാനം വിട്ടുപോകരുത്. ദൈവസാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കണമെന്ന്. ചില ആൾക്കാർ സംശയിക്കും. ചില ആൾക്കാർ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഭർത്താവ് ജയിലിലായില്ല, അമ്മ ഭ്രാന്തായല്ല, ഞങ്ങളുടെ വീട്ടിൽ വണ്ടി ഇടിച്ചല്ല. എൻ്റെ മക്കൾ, നമുക്ക് ചുറ്റും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ നടക്കും. ഇതെല്ലാം ഓൾ ഓൺ എ സഡൻ റെക്ടിഫൈ ചെയ്യാനും ദൈവത്തിന് കഴിയും. അത് നിങ്ങളറിയണം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക 5 കാര്യം സംഭവിച്ചാലും 50 കാര്യം സംഭവിച്ചാലും അര മിനിറ്റ് കൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. മനസ്സിലായി? അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണ് ദൈവത്തിന് സമയം അനുഭവിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധി ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്ക് സ്നേഹ ഷൈജിന് ഒരു വചനം കിട്ടും. ആ 119:73 ദുരന്തങ്ങൾ എനിക്ക് ഓഹരിയായി വന്നു. ദുരന്തങ്ങൾ കർത്താവിൻ്റെ കൽപ്പന എന്നെ പഠിപ്പിച്ചു വന്നു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 19-ാം സങ്കീർത്തനം 71-ാം തിരുവചനം. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ചട്ടങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ദൈവവചനമാണ്. മനസ്സിലായില്ലേ? ദുരന്തങ്ങൾ എനിക്ക് ഉപകാരമായി. അതായത് സങ്കീർത്തനത്തിൽ 119:71 എന്താണ്? ദുരിതങ്ങൾ പറഞ്ഞ് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുമൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചല്ലോ. അതായത് ഈ ചട്ടങ്ങൾ അഭ്യസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, 2 തരം കാലാവസ്ഥയിൽ ഇത് സംഭവിക്കും. ഒന്ന്, നമ്മൾ വളരെ ജോലി കിട്ടുന്നു, നമുക്ക് കല്യാണം കഴിക്കുന്നു, നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നമുക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒത്തിരിയേറെ സ്ട്രോക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ ഹാപ്പി മോർ ദാൻ എവരിബഡി. ഓക്കെ. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ അത് മൂലം പാലിച്ചൊക്കെ പോകുന്നു. ഇതിൻ്റെ മാർക്കെന്ന് പറയണത് ഒരു 10 മാർക്കായിരിക്കും ഉള്ളത് എപ്പോഴും. അതായത് പക്ഷേ ദുരിതങ്ങളിലാണ് നീ ദൈവത്തിൻ്റെ കൽപ്പന അഭ്യസിക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് ദൈവം തന്നെയായിരിക്കും. വ്യത്യാസം അതാണ്. അവൻ പറയണ പോലെ ചെയ്യണമല്ല ഉടമ്പടി. ആ ഉടമ്പടി റിസൾട്ടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ ഒരു നല്ല കാലാവസ്ഥയിൽ കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കുന്ന എളുപ്പമാണ്. നമുക്ക് ആരോഗ്യമുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, പഠനമുണ്ട്, നമുക്ക് ജയിച്ചിട്ടുണ്ട്, നമുക്ക് വിസ കിട്ടി, നമുക്ക് PR കിട്ടി, നമ്മൾ ഓക്കെ ആയി, നമുക്ക് വസ്തു മേടിച്ചു അല്ലെങ്കിൽ വിറ്റു അല്ലെങ്കിൽ വീട് കിട്ടി, നമ്മൾ ഓക്കെ. ഈ കാലത്തെല്ലാം നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ബ്ലെസ്സിങ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് ഫിസിക്കൽ ഫേവേഴ്സ്. നമ്മൾ നല്ല കാലത്ത് നമുക്ക് ദൈവവചനം പാലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ബ്ലെസ്സിങ്സ് ആണ്. അത് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഫേവേഴ്സ്. ഈ ബ്ലെസ്സിങ്സിനൊരു കുഴപ്പമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ആൻഡ് ത്രോയാണ്. അത് ഫിസിക്കലല്ലേ, ഫിസിക്കൽ ഫേവേഴ്സ് അല്ലേ. ഇപ്പോൾ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഫേവറാണ്. വീടിൻ്റെ അകത്ത് നമുക്ക് അടച്ചുറപ്പുള്ള വീടുണ്ടെങ്കിൽ നമുക്ക് കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലേ. അപ്പം അത് ആ ഉറങ്ങണത് നമ്മുടെ ശരീരത്തിനല്ലേ ഗുണം, ഫിസിക്കൽ ഫേവേഴ്സ് അല്ലേ. പക്ഷേ നാളെ ശരീരം തന്നെ ഇല്ലാണ്ട് വരുമല്ലോ. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് എത്ര ബ്ലെസ്സിങ്സ് തന്നെ കിട്ടിയാലും അതെല്ലാം ഫിസിക്കൽ ഫേവേഴ്സാണ്. അത് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങൾ, അതിന് നമ്മൾ അനുഗ്രഹങ്ങൾ എന്ന് പറയും ഇല്ലേ. അനുഗ്രഹങ്ങളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം? മോഹങ്ങളും അനുഗ്രഹങ്ങളും തമ്മിൽ നല്ല കൂട്ടാണ് പണ്ട് മുതലേ. അനുഗ്രഹങ്ങളൊക്കെ വരുന്ന മുമ്പ് നമുക്ക് എന്താ പറയണത്? മോഹമാണ് വരണത്. ഈ മോഹവും അനുഗ്രഹവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സ് വരുന്ന മുമ്പ് നമുക്കെന്ത് വരും? ഒരു മോഹം വരും.
ആ മോഹത്തിൽ ചിലപ്പോൾ ദൈവം ഹോണർ ചെയ്യണ മോഹം ഉണ്ടാകും, അല്ലെങ്കിൽ ഹോണർ ചെയ്യാത്ത മോഹം ഉണ്ടാകും. ദുർമോഹം ഹോണർ ചെയ്യാത്തതാണ്. മോഹത്തിൽ തന്നെ രണ്ടെണ്ണമുണ്ട്. എന്തൊക്കെയാണ്? മോഹമുണ്ട്, ദുർമോഹമുണ്ട്. ദുർമോഹം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ദുർമോഹം ഗർഭം ധരിച്ചാൽ എന്ത് പറ്റും? പാപത്തെ പ്രസവിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യാക്കോബ് 1:15. യാക്കോബ് 1:15. ദുർമോഹം ഗർഭം ധരിച്ച്, പറഞ്ഞേ, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഒരു ചില സമയത്ത് ദുർമോഹം കൊണ്ട് മരണമാണ് സംഭവിക്കണത്. ഈ ഒരു മോഹം എങ്ങനെ ദുർമോഹമാകണത്? നിങ്ങളിപ്പോൾ ഉടമ്പടി വെച്ചിരിക്കുന്ന പല നിയോഗങ്ങളുമില്ലേ, ചിലത് ദുർമോഹങ്ങളാണ്. അതുകൊണ്ടാണ് അത് പൊരുന്ന് വരിക. ചിലപ്പോൾ നമ്മളൊരു കോഴി ഇപ്പോൾ 21 മുട്ട വെച്ച് ഇൻക്യുബേറ്ററിൽ വല്ല വെച്ച് അല്ലെങ്കിൽ കോഴിക്ക് പൊരുന്നാൻ വേണ്ടി വെച്ചെന്ന് വിചാരിച്ചോ. നിങ്ങൾ പറയും 12 വിരിഞ്ഞ് പിന്നെ 9 വിരിഞ്ഞില്ലെന്ന് പറയും. വിരിയാത്ത മുട്ടയ്ക്ക് എന്ത് സംഭവിക്കും? ചീഞ്ഞു പോകുകയാണ് ചെയ്യണത്, അല്ലേ? ഉടമ്പടി ചില നിയോഗങ്ങൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കറിയാം, അത് വെച്ചപ്പോൾ തന്നെ ചീഞ്ഞു പോകുമെന്ന്. ദൈവത്തിനൊരു പണി കൊടുത്തതാ. മനസ്സിലായില്ലേ? ചെടുത്തിമാരൊക്കെ കുറഞ്ഞ പുള്ളികളൊന്നും അല്ലല്ലോ. അടാളം പരത്തിട്ട് ഇത് വായിക്കുമ്പോൾ തന്നെ എഴുതി വെക്കാണ്ട് ദൈവത്തിന് എല്ലാ സാധനവും എഴുതി വെക്കുകയല്ലേ. എൻ്റെ മകളെ, ഇതിനൊക്കെ ഒരു തക്കവും തായവും ഉണ്ട്. നിങ്ങൾക്ക് വായി തോന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്കാൻഡ് ആവും. നിങ്ങൾ തന്നെ ബ്രാൻഡഡ് ആവും. എന്നിട്ടാണ് നിങ്ങൾ മഹാ ഫേക്കാണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. കാര്യം നിങ്ങൾ 5 ഇൻറ്റൻഷൻ കറക്റ്റ് എഴുതിയിട്ട് 6ാമത്തെ ഇൻറ്റൻഷൻ ഒരു ഫേക്ക് എഴുതിയാൽ നിങ്ങൾ ഫേക്കാണെന്ന് ദൈവം അപ്പം തന്നെ റീഡ് ചെയ്യും. അതാണ് എൻ്റെ കുഴപ്പം. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം താഴെ എഴുതി വെച്ചിരിക്കണ ആസ്ട്രേലിയയിൽ പോകണം. ആസ്ട്രേലിയ പോകണമെന്ന് എഴുതിയുള്ളൂ. ഇപ്പം നിങ്ങൾ ആസ്ട്രേലിയ പോകണമെന്ന് എഴുതിയപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് അപ്പനെയും അമ്മയും നോക്കാനാണ്. നമ്മുടെ കാലാവസ്ഥ അവിടെ ഉള്ളത്, കുടുംബമായിട്ട് അവിടെ പോകാം, നമ്മുടെ കടങ്ങളെല്ലാം തീരുമെന്ന് പറയുമ്പോൾ മോഹമാണത്. അത് ദുർമോഹമാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ലൈൻ കേസ് ഉണ്ടല്ലോ, യവന് ആസ്ട്രേലിയയിലാണ് ജോലി എന്ന് രഹസ്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ അത് ദുർമോഹമായി. പിടിയിട്ടില്ലേ? ആ സാധനം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മോഹമെന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് ഇടയ്ക്ക് വെച്ചും ദുർമോഹം കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടി മൊത്തം തള്ളിപ്പോവും. എന്താ കാര്യം? അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റ് ശരിയല്ലാത്തത് കൊണ്ടാണ്. 3 അരൂപികളുണ്ട്. ഒരു അരൂപി എന്താണ്? അത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ അപ്പോൾ നയിക്കപ്പെടുന്നത്. 8:14 റോമ 8:14 ഒരു അരൂപിയാണ്. എന്താണ് പറഞ്ഞ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക, ജനങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം. അതാണ് ഇതിൻ്റെ അകത്ത് കണ്ടൻറ് ബേസ് ഉണ്ടെങ്കിൽ ഇത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഇൻറ്റൻഷൻസാണ്. ഇനി ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സ്ഥലം, ഇപ്പം നിങ്ങൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കും. ഉടമ്പടി എഴുതിയപ്പോൾ അമ്മ പറഞ്ഞ്, എടി വല്യപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ്. വല്യപ്പച്ചന് വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ എഴുതിയേക്കണ പേര് എന്ന് പറഞ്ഞ് അവളൊരു ഓയൊക്കെ പറഞ്ഞ് ഒരു ഇനിഷ്യലൊക്കെ ചേർത്താണ് ആ സാധനം എഴുതിയിരിക്കണത്. ഇവിടെ മനസ്സിരിക്കണേ എങ്ങനെ? ഈ പണ്ടാരം ചാകണമെന്നായിരിക്കും. എന്താ കാര്യം? ചത്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് മക്കളില്ല, അവിടെ ഓഹരി നമുക്ക് കിട്ടുമല്ല എന്നാണ്. അതെന്താണ്? കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളം വരുന്നത്. കാരണം അതെന്താ രൂപിയാണ്? 10:10. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:10. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 10:10. യോഹന്നാൻ 10:10. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. കള്ളനാണ്, കള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ. കണ്ടവൻ്റെ മുതൽ അവൻ്റെ നാശം ആഗ്രഹിച്ചുകൊണ്ട് രഹസ്യ അജണ്ട കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരെല്ലാം ബ്രാൻഡഡ് തീഫ് റോബറീസാണ്. കർത്താവ് ദേവാലയത്തെപ്പോലും ഡെൻ ഓഫ് റോബേഴ്സ് എന്ന് പറയണത് ഇത്തരം റോബറികൾ ഉള്ളവർ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ടാകും, ജനങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ദേവാലയത്തിൽ വരുമ്പോഴാണ് ഈ ദേവാലയം ഡെൻ ഓഫ് റോബേഴ്സായി വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിരക്കാത്ത അരൂപികൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതിനാണ് ഈ കൗൺസിലിംഗ് വെച്ചിരിക്കുന്നത് ഉടമ്പടിയിലെ. അല്ല, ഉടമ്പടി കരിസ്മാറ്റിക് കൗൺസിലിംഗ് അല്ല,
അത് സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും അല്ല. നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗങ്ങളെ അതിൻ്റെ അരൂപി സ്പിരിറ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന അരൂപിയാണ് ഉള്ളത്, ഇതിൻ്റെ അത് ഉള്ളത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അതായത് നിങ്ങൾ നിങ്ങൾ സംഖ്യ എടുത്തേ, സംഖ്യ 16:9 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. സംഖ്യ 16:9. സംഖ്യ 16:9. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും. പറഞ്ഞേ. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? ഉടമ്പടി എടുത്ത നിസ്സാര കാര്യം അല്ലെന്നാണ് അമ്മ ഈ വചനം പറയണത്. എന്താ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണതില്ലേ നിങ്ങൾ വന്നേ ഇല്ലേ? കർണാടകയിൽ നിന്നും ചില ആൾക്കാരൊക്കെ വന്ന് ഒരു ഫ്ലൈറ്റിന് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകും. എത്ര രൂപ? 1.5 ലക്ഷം രൂപയാണ് അവർക്ക് ഒരു ഉടമ്പടിക്ക്. ഒരു ഉടമ്പടിക്ക് 1.5 ലക്ഷം രൂപയാണ് അവർ മുടക്കണത്. അവർ ചില സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിട്ട് പറയും, ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു, സാക്ഷ്യം പറഞ്ഞിട്ട് പോവുകയാണ്, വീട്ടിൽ പോലും പോകുന്നില്ല എന്ന് പറയും. കാരണം അത്രയും പ്രാധാന്യം അവർക്ക് അതിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ കാര്യം അവരെ സംബന്ധിച്ചുള്ള ഈ വിഷയം ഏർപ്പെട്ടിരിക്കുന്നത് 2 കാര്യത്തിനാണ്. എന്താണ്? 16:9 വായിച്ചേ. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യണത് എന്താണ്? കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു, പിന്നെന്ത് ചെയ്യണം? സമൂഹത്തിലെ നിങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നു. ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ലക്ഷ്യം എന്താണ്? സമൂഹത്തിൽ നിങ്ങളെ വേർതിരിച്ചിട്ട് ദൈവത്തിൻ്റെ വേലക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമല്ല. സമൂഹത്തിൻ്റെ ഭാഗമാകും. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിലാണ് എങ്കിൽ ലോകത്തിൻ്റെ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെതാണ്, പക്ഷേ എന്താണ്? നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ലോകം ദ്വേഷിക്കുന്ന, നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത കാരണം ലോകം ദ്വേഷിക്കുന്ന ഒരു ചുറ്റുപാടുകൾ സത്യസന്ധമായ പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടാകേണ്ടതാണ്. ഈ പ്രാവശ്യങ്ങളിൽ കൃപാസനത്തിൻ്റെ പത്രം വിതരണം ചെയ്തിട്ടുള്ള പൊള്ളാച്ചിയിലും അതുപോലെ തന്നെ മാംഗ്ലൂരുമൊക്കെ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം ഇവിടുന്ന് തന്നെ ചിലപ്പോൾ അത് വിജയകുമാർ സാറായാലും ഓഫീസിൽ നിന്നായാലും ഒക്കെ ഇടപെട്ടിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. കാര്യം ആൾക്കാർ നമ്മൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ നമ്മളാരെയും മതപരിവർത്തനം ചെയ്യാനല്ല ഇതൊക്കെ നമ്മൾക്കുണ്ടായ ദൈവാനുഭവത്തെ സ്വാഭാവികമായിട്ട് അവർക്കൊരു സങ്കടമൊക്കെ രോഗമൊക്കെ ഉണ്ടാകുമ്പോൾ അവരും പോയി രക്ഷപ്പെടാൻ വേണ്ടി ഓരോ മനുഷ്യർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന വിഷയങ്ങളാണത്. പക്ഷേ ചിലർക്ക് ഇതൊരു തെറ്റിദ്ധാരണയാണ്, മതപരിവർത്തനമാണെന്ന്. നമുക്കറിയാമല്ലോ, കൃപാസനം ഉണ്ടായിട്ട് എത്രയോ വർഷമായി ഇന്ന് വരെ ഒരു മനുഷ്യനെ മതപരിവർത്തനം ചെയ്തിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നാൽ പോലും ഞാൻ ചെയ്യത്തില്ല. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ ഉദ്ദേശം ആൾക്കാരെ ജ്ഞാനസ്ഥാനപ്പെടുത്തുകയല്ല. എന്താ ഉദ്ദേശം? ക്രിസ്തുവിനെ റീച്ച് ചെയ്യിക്കുകയാണ്. ക്രിസ്തുവിനെ റീച്ച് ചെയ്ത് നീ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് വിശുദ്ധീകരണം ഉണ്ടാകും. പിന്നെന്താണ്? നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം സമാധാനവും സന്ധിപ്പും ഉണ്ടാകും. അപ്പം നിങ്ങൾ ചോദിക്കും, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പാരമ്പര്യ വേഷവും കെട്ടി കിടക്കണവന്മാർക്ക് ഇതില്ലല്ലോ, അവന്മാർ തണ്ണിയാളെല്ലാം ചോദിക്കും. അത് അവരുടെ കാര്യം. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഞാനീ പറയുന്ന സ്നേഹ ഷൈജൻ എന്ന് പറയുന്ന ലേഡി, അവരുടെ ജീവിത പ്രശ്നങ്ങൾ കണ്ടില്ലേ? അവരെ സന്ധിക്കാൻ വേണ്ടി കർത്താവ് എന്തുമാത്രം ഒളിക്കണ്ണോടുകൂടി എന്ത് കരുതലോടെയാണ് ഒരു പത്രം കൊണ്ട് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവൾക്ക് നിൽക്കക്കളിയില്ലാത്ത സമയം വന്നപ്പോഴേ കർത്താവ് അവൾ പറഞ്ഞു, മകളെ പത്രം എടുത്ത് വായിക്കാൻ പറഞ്ഞിനി. അവൾ പത്രം എടുത്ത് വായിച്ചപ്പോൾ ശുരു എന്നും പറഞ്ഞ് അവൾക്ക് ബ്ലീഡിംഗ് ഉണ്ട്. അതേസമയം തന്നെ അവൾക്ക് അമ്മയമ്മക്ക് ഭ്രാന്താണ്, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റണില്ല. പക്ഷേ ഇങ്ങനെ ഇവിടെ വരാമെന്ന് അവൾക്ക് പറ്റത്തില്ല.
കാര്യം എന്താ? ഒന്ന് ബ്ലീഡിങ്, രണ്ടാമത്തെ എന്താണ്? ആരെ ഏൽപ്പിച്ചിട്ട് പോലും? മാനസിക രോഗമുള്ള അമ്മയമ്മയെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഏൽപ്പിച്ചിട്ട് പോരും? അവൾക്ക് കാശുണ്ടാ പോകാൻ ഒന്നുമില്ല. പക്ഷേ എങ്കിലും അവളൊരു കണ്ണ് ഏങ്ങി വരിഞ്ഞ്, അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത്. ഇത്രയും കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പോലും ഏങ്ങി വരിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വരും. മാതാവിൻ്റെ അടുത്ത് വന്നതേ അവൾക്ക് ഓർമ്മയുള്ളൂ. ആദ്യം വന്നത് അവൾ സ്നേഹ വന്നത് വാതിക്കലാണ് വന്നത്. വാതിക്കൽ വന്നതിന് ശേഷം പറയും, അമ്മേ എൻ്റെ ഭർത്താവ് ജയിലിലാണ്, എൻ്റെ ഡ്രൈവർ വണ്ടി ഇടിച്ച് മരിച്ചു, എൻ്റെ അമ്മായിയമ്മക്ക് ഭ്രാന്താണ്, 2 കുഞ്ഞുങ്ങളൊന്നും വെക്കാൻ മാർഗ്ഗമില്ല, എനിക്ക് വേലക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പറച്ചിൽ. പിന്നെ ഇവൾ വീട്ടിലോട്ട് വിളിക്കും. പേടിച്ചിട്ടാണ് വിളിക്കണത്. എന്താ വിളിക്കണ കാര്യം? കുഞ്ഞുങ്ങളെ അമ്മ വല്ലതും ചെയ്താന്നറിയാൻ വേണ്ടി വിളിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ പറയും, മക്കളെ എന്ത് ചെയ്യണം നിങ്ങൾ? എന്താ പറയുക? അമ്മ അതേ ഇത് കണ്ട നമ്മുടെ അമ്മാമ്മയില്ലേ, പഴയ കാര്യങ്ങളൊക്കെ പറയാണ്, അമ്മാമ്മക്ക് ഒരു പ്രശ്നവും ഇല്ല ഇപ്പോഴെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതാണ് കൃപാസനം മാതാവ്. ഇതാണ് കൃപാസനം മാതാവ്. അവളെ രക്ഷിക്കാൻ, അവളുടെ ജീവിതം കുരുങ്ങിപ്പോകുമ്പോൾ ഇവയ്ക്കൊരു തരുമ്പ് വിശ്വാസം എവിടെയോ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പത്രം കൊണ്ട് അഡ്വാൻസ് വെച്ചേക്കുന്നത്. എന്താ? അവൾക്കൊരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അവളെ രക്ഷിക്കാൻ നിൻ്റെ ദൈവം കണ്ണിൽ എണ്ണയും ഒഴിച്ചിരിക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവൾക്ക് ഫീൽ ചെയ്ത് അവൾ പറയണ, അന്ന് ഞാൻ കൈകൊണ്ട് എൻ്റെ അമ്മയുടെ ചില്ലത്തോട്ടിട്ട് എൻ്റെ കണ്ണീരിട്ട് ആ നിമിഷം അമ്മ എൻ്റെ അമ്മയെ സുഖപ്പെടുത്തിയിട്ട് ഇന്നും അമ്മയ്ക്കൊരു കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത്? എൻ്റെ ദൈവത്തിന് എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും നിൻ്റെ ദൈവത്തിന് 1/2 സെക്കൻഡ് മതി നിന്നെ രക്ഷപ്പെടുത്താൻ. നീ നിൻ്റെ അവിശ്വാസം വെച്ചോണ്ട് ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടുത്തിറങ്ങി ദൈവത്തിൻ്റെ വേല ചെയ്യാമെന്ന് പറഞ്ഞ് ദൈവത്തിനെ അളക്കരുത്. ദൈവത്തെ അളക്കാതെ ഇവളെന്താ പറയണമെന്നറിയാവോ? ഞാൻ അന്ന് മുതൽ ജപമാല ചൊല്ലാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ജപമാല ചൊല്ലാൻ തുടങ്ങി. ഒരു ദിവസം 10 ജപമാല ചൊല്ലി. ഒരു ദിവസം ഞാൻ അമ്മയെ കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ മൂത്ത മകൻ മരിച്ച കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് സങ്കടമില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ മൂത്ത മകൻ, 3 മക്കളിൽ ഒരാൾ മരിച്ചായിരുന്നതിൻ്റെ ഇടയ്ക്ക്, അമ്മ എൻ്റെ മൂത്ത മകൻ മരിച്ച കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്കിപ്പോൾ സങ്കടമില്ല. എന്താണെന്നറിയാവോ? എനിക്ക് 3 മക്കളിലെ ഇല്ലേ 2 മക്കൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, നിനക്ക് 1 മകനല്ലേ ഉണ്ടായുള്ളൂ, അവൻ മരിച്ചു പോയില്ലേ. അപ്പോൾ അവൾ മാതാവിൻ്റെ ദുഃഖത്തോടാണ് തൻ്റെ ദുഃഖത്തെ ടാലി ചെയ്യിക്കണത്. ഒരു വിഷയം, ഒരു വ്യക്തി എന്തുമാത്രം ജ്ഞാനം, ഇതാണ് ജ്ഞാനം എന്ന് പറയണത്. Take the word Ephesians 1:17. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. എഫേസോസ് 1:17. എഫേസ്യസ് 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അവൾ ജ്ഞാനസായപ്പെട്ടിട്ടില്ല, പക്ഷെ അവൾക്ക് ജ്ഞാനത്തിൻ്റെ വരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ജ്ഞാനസായപ്പെട്ടിരിക്കുന്നത്? വിശ്വാസത്താൽ ജ്ഞാനസായപ്പെട്ടിരിക്കുക. അറിവിനായി ജ്ഞാനസാനം പലതരത്തിലുണ്ടേ. അച്ഛന്മാർ വന്ന് വെള്ളം കോരി തല ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. യേശുക്രിസ്തു നീ സ്വീകരിച്ച് അവൻ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ചെയ്തു എന്ന് നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് നിന്ന് ജ്ഞാനസാനം നീ തന്നെ നടത്തും. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ അക്രൈസ്തവ സഹോദരങ്ങളെക്കുറിച്ചാണ് പറയണത്. ഇവിടെ ആരെയും നമ്മൾ മതം മാറ്റുന്നില്ല, മതത്തിൻ്റെ ഭാഗമാക്കുന്നുമില്ല. പക്ഷേ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, ഒരാശ്വാസം ക്രിസ്തുവിൽ അവർ സ്വന്തമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ്. ആരും കണ്ടെത്തി കൊടുത്തോന്നുമല്ല. സ്നേഹാശൈലിനെ ആരും ക്രിസ്തുവിനെ കണ്ടെത്തി കൊടുത്തോന്നുമല്ല. അവളുടെ അനുഭവങ്ങൾ, സങ്കടം വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ജയിലിലാണ്, എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണ്, എനിക്ക് ബ്ലീഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ ഡ്രൈവർ വണ്ടി ഇടിച്ച് മരിച്ചെന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അവർ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നോ? അത് സത്യസന്ധമായ കാര്യമുണ്ട്. ദൈവം ആ വിഷയം നേരിട്ട് ടേക്കപ്പ് ചെയ്യുന്നോ? അതേസമയം തന്നെ ഇവിടെ എന്ത് സംഭവിക്കണത്?
ഇത് തന്നെയാണ് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവർക്കൊരു ഭാരമുണ്ടാകുമ്പോൾ അവരവരുടെ ദൈവത്തോട് അവർ നേരിട്ട് പറയുകയും ദൈവം അവരെ സന്ധിക്കുകയും ചെയ്യുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് സ്നേഹയുടെ കാര്യം എന്നെക്കാട്ട് രസമാണ്. സ്നേഹയുടെ സാക്ഷ്യം ഞാൻ എന്താ എടുത്തതെന്ന് അറിയുന്നത് വെച്ചാൽ സ്നേഹയുടെ സാക്ഷ്യത്തിൻ്റെ ആധ്യാത്മിക നിലവാരം കുറച്ച് കൂടുതലാണ്. ഇത് ഈ അമ്മ സുഖപ്പെട്ട് പിന്നെ അവൾക്ക് ചെറിയ ജോലിയൊക്കെ ശരിയായി കുടുംബമൊക്കെ ഉന്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന പരുവത്തിലാകുമ്പോഴും ഈ ബ്ലീഡിങ് നിൽക്കണില്ല. ബ്ലീഡിങ് എന്ന് അറിയാമല്ല, ലേഡീസിന് ബ്ലീഡിങ്ങൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നിലക്കാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഉടമ്പടി ഒന്നെടുത്ത് അത് ഒന്ന് പുതുക്കിയിട്ടും ബ്ലീഡിങ് നിൽക്കണില്ല. രണ്ടാമത്തെ പുതുക്കലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 10 കൊന്ത വെച്ച് ഒരു ദിവസം ചെല്ലറുണ്ട് ആൾ, പക്ഷേ ബ്ലീഡിങ്ങിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ അവൾ നേരിട്ട് ഈശോയോട് പറയും, ഈശോ ബ്ലീഡിങ്ങിനൊരു മാറ്റവും ഇല്ല, ഞാനിങ്ങനെ വല്ലാതെ പരവേശം കൊള്ളണം, എൻ്റെ ആയുസ്സും ഓജസ്സൊക്കെ പോണ്, എനിക്ക് ജോലി ബ്ലഡല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്, എനിക്ക് നല്ല നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ എന്നെക്കുറിച്ച് നിനക്ക് ഒരു പദ്ധതിയൊന്നും ഇല്ലേ? എൻ്റെ ബ്ലീഡിങ് മാറ്റാനൊന്നും പറ്റത്തില്ലേ? എനിക്കൊരു അടയാളം കാണിച്ചു തരാൻ പാടില്ലേ എന്നിവൾ നേരിട്ട് ചോദിക്കും ഈശോയോട്. കിടക്കാൻ നേരത്താണ് ചോദിക്കണം. എനിക്കൊരു അടയാളം കാണിച്ചു തരാൻ പറ്റണില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു വെളുപ്പിന് 3 മണിയാകുമ്പോൾ ഈശോ നേരിട്ട് വരും. എന്നിട്ട് സ്വപ്നത്തിൽ ഇവിടെ നേരെ ഇങ്ങനെ കൈ നീട്ടും പറഞ്ഞ് എടുത്ത് കഴിക്കാൻ പറയും. നോക്കുമ്പോൾ കയ്യിലൊരു ടാബ്ലറ്റ്സ്, അതുടനെ എടുത്ത് സ്വപ്നത്തിൽ തന്നെ അവൾ കഴിക്കും, കർത്താവ് തന്നാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്വപ്നമല്ലേ എന്ന്? സ്വപ്നമല്ല, അവളുടെ ബ്ലീഡിങ് അതുകൊണ്ട് അസ്തമിച്ചു. ഇതാണ് ജനങ്ങളുടെ കൃപാസന അനുഭവം എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? ഇതിൻ്റെ കുറിച്ച് എന്താ പറയണത്? ടേക്ക് ദ ബെഡഫോർഡ്, ഇതിനെക്കുറിച്ച് എന്താ പറയണത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ ആദിമ സ്പിരിറ്റാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോണത്. എന്താ പറയണത്? 1:17 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. വെളിപാടാണ് സംഭവം. സ്വപ്നം ഒരു വെളിപാടാണ്. ശരിക്കും എല്ലാവരും ഉടമ്പടി എടുത്ത് എല്ലാവരും തന്നെ പറയുന്നുണ്ട് വെളിപാടിനെക്കുറിച്ച്. എന്താ കാര്യം? വെളിപാടൊരു അവകാശമാണ്. നമ്മുടെ ആദിമസഭയിലെ അനുദിന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു കുടുംബം അനുഭവിക്കുന്ന എല്ലാ സ്വകാര്യ സമ്മർദ്ദ സംഘർഷങ്ങൾക്കും ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വഴിപാടുകളുണ്ട്. അതെന്താണ്? അത് വെളിപാടായിട്ട് ദൈവം തരും. ചിലപ്പോൾ ദർശനമാകാം, ചിലപ്പോൾ സ്വപ്നമാകാം. ഉടമ്പടി ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. വാക്കിൻ്റെ ദാനമാണ് വാഗ്ദാനം. എല്ലാ വാക്കിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട്. ആ ദാനത്തെ നമ്മൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമാണ് അവൻ പറയണ പോലെ ചെയ്യുക. ചെയ്യുന്നവനായിട്ട് എങ്ങനെ ചെയ്യണം? അത് ഗലാത്യർ 5:6 വെച്ച് ചെയ്യണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഗലാത്യർ 5:6 എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. വേറെ ഒന്നും സുപ്രധാനമല്ല. സഭ പലതും സുപ്രധാനമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സുപ്രധാനം എന്താ? ബൈബിൾ എന്താ സുപ്രധാനം എന്ന് പറയണത്? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. അപ്പം വിശ്വാസമാണ്. പക്ഷെ അതെന്ത് ചെയ്യണം? പ്രവർത്തനക്ഷമമായിരിക്കണം. എങ്ങനെ പ്രവർത്തിക്കണം? അതെന്ത്? നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് കറണ്ട് കൊണ്ട് പ്രവർത്തിക്കാം, അല്ലേ? കറണ്ട് കൊണ്ട് പ്രവർത്തിക്കാം, കാറ്റ് കൊണ്ട് പ്രവർത്തിക്കാം, വെള്ളം കൊണ്ട് പ്രവർത്തിക്കാം. എങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ഊർജ്ജം ഉപയോഗിക്കാം? ആറ്റോമിക് എനർജി കൊണ്ടും പ്രവർത്തിക്കാം. പക്ഷേ നമ്മൾ ബൈബിൾ പ്രവർത്തിക്കണത് എങ്ങനെയാണ്? സ്നേഹത്താലാണ് പ്രവർത്തിക്കണത്, ഇല്ലേ? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് സുപ്രധാനം. സുപ്രധാനമാണ്. അതായത് അൾട്ടിമേറ്റ് പ്രയോറിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തിനാണ്?
സ്നേഹത്താൽ നീ പ്രവർത്തിക്കണമല്ല പ്രശ്നം. ഞാൻ ഇന്നലെ അലക്സച്ചനോട് രാത്രി ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. എന്താ സംസാരിച്ചെന്നറിയോ? ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് അന്ന് നമ്മുടെ അപ്പോച്ചൻ ഇല്ലായിരുന്നു. അപ്പോച്ചൻ പിതാവിനെ കാണാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ അലക്സച്ചൻ കൂടി ഇരുന്നുകൊണ്ട് കർത്താവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അലക്സച്ചനോട് പറഞ്ഞു, അലക്സച്ച, അപ്പോൾ അച്ഛൻ വളരെ ശ്രദ്ധിച്ചും പ്രാർത്ഥനയോടെയാണ് ഇത് കേൾക്കണത്. അതായത് എൻ്റെ മനസ്സിൽ അപ്പോൾ വന്നതാ, അതായത് ഈ യൂദാസിനെ സേവ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവസാനത്തെ കരുനീക്കണമുണ്ട്. നമ്മുടെ കണ്ണം നിറഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ യൂദാസിനെ പരിക്കേൽപ്പിക്കാതെ അവനെ പറഞ്ഞു വിടണം. കാര്യം അവൻ്റെ തീരുമാനത്തിൽ നിന്ന് അവൻ മാറാൻ തയ്യാറല്ല. കർത്താവിനെ ഒറ്റിക്കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് അവൻ മാറാൻ തയ്യാറല്ല. അപ്പോൾ ഒരു പാപം ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ നിന്ന്, കൊലപാതകം ചെയ്യുന്ന ഉദ്ദേശത്തിൽ നിന്ന് മാറാൻ അവൻ തയ്യാറല്ല. പക്ഷെ അവനെ വെച്ചുകൊണ്ട് അതുകൊണ്ട് കുർബാന സ്ഥാപിക്കാൻ ഈശോയ്ക്ക് പറ്റത്തുമില്ല. എങ്ങനെ അവനെ പറഞ്ഞു മാറ്റാനും പറ്റത്തില്ല. ഈശോ ഒരു ത്രിസംഗുവിലാവും ശരിക്കും പറഞ്ഞാൽ. അപ്പോഴെന്നിട്ട് ഈശോ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ ഈശോ എല്ലാവരുടെയും കാലുകളെ കഴുകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്ന മനുഷ്യരാശിയുടെ മുമ്പിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന എക്കാലത്തെയും വലിയ ചാലഞ്ചാണ്. എന്താണ്? അതായത് ഈ കുരിശിലെ സ്നേഹം എന്നുള്ള ലാസ്റ്റ് പെഡഗോജിയാണ് പഠിപ്പിക്കാൻ പോണത്. അതിന് മുമ്പ് അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത് ഭയങ്കര മനോഹരമാണ്. ആദ്യം ഒരു പാത്രത്തിലെടുത്തിട്ട് ആദ്യം തന്നെ ദാസനാകും. ഇതൊക്കെ കണ്ടിട്ടാണ് സെൻറ്റ് പോൾ പിന്നീട് പറഞ്ഞത് അവൻ ദാസനായി മരണത്തോളം തന്നെ. അതൊക്കെ വായിക്കണ ഓരോ വാക്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകൂടാ ചീറ്റിക്കൊണ്ടിരിക്കും. എന്താ കാര്യം വെച്ചാൽ, ഇവൻ ആദ്യം ദാസനാകും. എല്ലാവർക്കും യജമാനാകാനാണല്ല മോഹം. ആ യജമാനമാകാൻ മോഹമാകാൻ ഉള്ളവർ ആദ്യകാലം മുതൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വഴി വെച്ച് പോലും ഇവന്മാർ വലിയവൻ ആരാണെന്ന് തർക്കിച്ചുകൊണ്ട് നടന്നതാണ്. ഇവരെ കൊണ്ട് സുവിശേഷം കൈമാറാൻ പറ്റത്തില്ലെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇവൻ എന്ത് ചെയ്ത് വേഷം മാറ്റി, മേലങ്കി മാറ്റി, അധികാരത്തിൻ്റെ മേലങ്കി, സ്ഥാനത്തിൻ്റെ മേലങ്കി മാറ്റിയിട്ട് അവൻ ഉടനെ ദാസനായി. എൻ്റെ ദൈവത്തിലെ ഉടമ്പടിയിൽ ഒത്തിരി ദാസ്യതയുടെ സംഭവമുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ, ഈ ജന്മത്തിൽ ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാരോട് ക്ഷമിക്കാൻ വേണ്ടി ദൈവം നിനക്കൊരവസരം തന്നാൽ നീ സെഞ്ചുറി അടിച്ചിരിക്കും. എന്താ കാര്യം എന്നറിയാവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കാനും ഉയർത്താനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലാണതെങ്കിൽ ആ ദൈവത്തിന് നിന്നോടുള്ള അദമ്യമായ സ്നേഹമാണ്. ശ്രദ്ധിക്കട്ടെ. കർത്താവ് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ നിന്റെ തിരുസക്രാരിയുടെ മുമ്പിലെ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയുന്നു. ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകളെയും കർത്താവ് നീ സ്പർശിക്കണമേ. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ ഇപ്പോൾ പ്രകടമാക്കണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ ഇപ്പോൾ പ്രകടമാക്കണമേ. കർത്താവ് നിന്റെ തിരുമുറുവാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണമേ. കർത്താവ് നിന്റെ തിരുമുറുവാർന്ന വലതുകരം അയാളുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. കർത്താവ് നിന്റെ തിരുമുറുവാർന്ന വലതുകരം അയാളുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. അടിപ്പഴ പോലെ കർത്താവ്, അടിപ്പഴ പോലെ കർത്താവ്, അടിപ്പഴ പോലെ വൈദാഖാലം പോലെ കർത്താവ്, വൈദാഖാലം പോലെ ദൈവികമായ ശക്തി ഓരോ മകളിലേക്ക് നിറയട്ടെ. ദൈവികമായ ശക്തി ഓരോ മകളിലേക്ക് നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അപ്പാ, സ്വർഗീയപ്പാ ദേവിതാവേ, അങ്ങേപ്പുത്തനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അങ്ങേപ്പുത്തനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. അപ്പാ അങ്ങേപ്പുത്തനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തില് ഉച്ചു മുതല് ഉള്ളംകാല് വരെ, യേശുവിന്റെ ഉന്നതമായ നാമത്തില് ഉച്ചു മുതല് ഉള്ളംകാല് വരെ, യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപ്പാ എല്ലാ മക്കളും ശ്രദ്ധിക്കണമേ. വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, സമാധാനം ഇല്ലാത്തവര്, വേർപിരിഞ്ഞു പോയവര്, മക്കളില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, സാമ്പത്തിക തകർച്ചയുള്ളവര്, വീട് നഷ്ടപ്പെട്ടവര്, ഇറങ്ങേണ്ടി വരുന്നവര്, കർത്താവേ ജീവിതം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത വിഷയത്തില് കേസ് അകപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാവരും സ്പർശിക്കണപ്പാ. മഴ പോലെ, ഇടിനാളം പോലെ, അടിപ്പഴ പോലെ, വൈദാഖാലം പോലെ ദൈവികമായ ശക്തി
38 വർഷം അർപ്പിച്ച കൃപാണ യോഗ്യതയാൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്വത്തിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാർഗ രോഗങ്ങള്, തിരവേദികള്, ജീവ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. വിശ്വാസത്താലെ സുവിശേഷ സാക്ഷികളാകാൻ വേണ്ടി ഉടമ്പെടുത്തവരാണെന്നുള്ള ഒരു വേർതിരിവ് നിങ്ങൾക്കുണ്ടാവണം എന്നാണ് ഇന്ന് ഈശോ പറഞ്ഞതിൻ്റെ ചുരുക്കം. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. പരിശുദ്ധ പരമമാ